ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ കടത്തിയ കേസിൽ കൂടുതൽ വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ നോട്ടീസ് നൽകാൻ ഒരുങ്ങുകയാണ് കസ്റ്റംസ്. വിപണിയിൽ 1 കോടി രൂപ വരെ വിലയുള്ള കാറുകൾ വാങ്ങിയവർക്ക് ലഭിച്ചത് പകുതി വിലയ്ക്ക്. രേഖകൾ നേരിട്ട് ഹാജരാക്കാൻ ദുൽഖറിനും പൃഥ്വിരാജിനും അമിത് ചക്കാലക്കലിനും നിർദ്ദേശം. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഇന്നലെ വ്യാപകമായ പരിശോധനയാണ് കസ്റ്റംസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഈ നടന്മാരുടെ വീടുകളിലടക്കം നടന്ന പരിശോധന, അതിൽ കൂടുതലായി പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഇതിൽ എങ്ങനെ ഈ വാഹനം ഇവിടേക്ക് എത്തിച്ചു? അതിൽ ഇടനിലക്കാരുടെ റോൾ എന്താണ്? നേരിട്ട് ആർക്കൊക്കെ പങ്കുണ്ട്? അങ്ങനെ വളരെ വിശദമായ അന്വേഷണം വേണ്ട ഒരു വിഷയമാണ്. അതിൽ കസ്റ്റംസ് നീക്കങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നിതിൻ അംബുജൻ. ഗുഡ് മോർണിംഗ്. വലിയ മാനങ്ങളുള്ള കേസാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കസ്റ്റംസ് കമ്മീഷണർ ഇതിന്റെ വാർത്താ സമ്മേളനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. തുടർ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി ഇന്ന് കൂടുതൽ പരിശോധനയ്ക്ക് കസ്റ്റംസ് ഒരുങ്ങുന്നത്. നിലവിലിപ്പോൾ പട്ടിക തയ്യാറാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള അന്വേഷണവും പരിശോധനയും മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി, അതോടൊപ്പം തന്നെ കൊല്ലം ചവറ സ്വദേശി വാങ്ങിയ പ്രാഡോ, കൂടാതെ കൊച്ചി പള്ളുരുത്തി സ്വദേശിയും അങ്കമാലി സ്വദേശി വാങ്ങിയ നിസാൻ പട്രോൾ, അതോടൊപ്പം കോട്ടയം കുമാരനെല്ലൂർ സ്വദേശി വാങ്ങിയ ടൊയോട്ടോ ലാൻഡ് ക്രൂസർ, ഇത്തരത്തിലുള്ള നിരവധി വാഹനങ്ങൾ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ കസ്റ്റംസ് ഈ ഒരു അന്വേഷണം ഏതാണ്ട് കഴിഞ്ഞ 6-7 മാസമായി നടത്തുന്നു. അതിനുശേഷമാണ് ഇതിലെ ഓപ്പറേഷൻ നുങ്കൂർ എന്നതിന്റെ ഭാഗമായി ഏതാണ്ട് 35 ഇടങ്ങളിൽ പരിശോധന നടത്തുകയും 36 വാഹനങ്ങൾ പിടിക്കുകയും ചെയ്തത്. ഇതുകൂടാതെ കൂടുതൽ വാഹനങ്ങൾ ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ കസ്റ്റംസ് ഉള്ളത്. ഏതാണ്ട് 150 മുതൽ 200ഓളം വാഹനങ്ങൾ ഇത്തരത്തിൽ കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വലിയ മാനങ്ങളുണ്ട്. മാത്രമല്ല ഈ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഈ തട്ടിപ്പ് സംഘം ഉപയോഗിച്ചോ എന്നുള്ള ഒരു സംശയവും ഈ കസ്റ്റംസ് ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ഏജൻസികളും ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമാകേണ്ടതുണ്ട്. അങ്ങനെ ഒരു വിശദമായ പരിശോധനയ്ക്ക് ഇന്ന് കസ്റ്റംസ് അതിന്റെ തുടർ നടപടികളായി മുന്നോട്ട് പോകും. മാത്രമല്ല ഇന്നലെ അമിത് ചക്കാലക്കൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇന്നലെ കസ്റ്റംസിന് മുമ്പായി ഹാജരാക്കിയിരുന്നു. ഒരു വിശദമായ ചോദ്യം ചെയ്യലിലേക്കും എന്തായാലും കസ്റ്റംസ് കടക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഇന്നലെ ചില വിവരങ്ങൾ ശേഖരിച്ചെങ്കിലും ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായും ഒരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വിശദമായ ചോദ്യം ചെയ്യലിനെ ഇപ്പോൾ ഒരുങ്ങാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാനും നേരിട്ട് ഹാജരാകേണ്ടി വരും. കാരണം ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. രേഖകൾ കൃത്യമായി ഹാജരായില്ലെങ്കിൽ അതിൽ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ ഉടമകൾ നേരിടേണ്ടി വരുമെന്നാണ് കസ്റ്റംസ് വ്യക്തമാക്കിയത്. എന്തായാലും വാഹനം വാങ്ങിയവരും അതോടൊപ്പം തന്നെ ഇതിൽ ഡീലർമാരായ ആളുകൾക്കും ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാകേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭൂട്ടാനിൽ നിന്ന് ആദ്യം ഹിമാചൽ പ്രദേശിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുവരും. അവിടെ നിന്ന് റീ രജിസ്റ്റർ ചെയ്ത് പിന്നീട് ഡൽഹിയിലേക്കും പിന്നീട് കേരളത്തിന്റെ മറ്റ് ഇടങ്ങളിലേക്കും ഈ വാഹനങ്ങൾ എത്തിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് ഇവിടെ കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു കൃത്യമായ രേഖകളില്ലെങ്കിൽ അതിൽ നടപടിയെ മുന്നോട്ട് പോകുമെന്നാണ് കസ്റ്റംസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു പട്ടിക തയ്യാറാക്കി തന്നെയാണ് കസ്റ്റംസ് ഇപ്പോൾ ഇതിന്റെ തുടർ നടപടി മുന്നോട്ട് പോകുന്നത്. ഇന്നലെയായിരുന്നു അമിത് ചക്കാലക്കലിന്റെയും അതോടൊപ്പം ദുൽഖർ സൽമാന്റെയും വീടുകളിൽ പരിശോധന നടത്തി 4 വാഹനങ്ങൾ പിടികൂടിയത്. ഈ 4 വാഹനം ഇപ്പോൾ കസ്റ്റംസിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ചായിരിക്കും ഇനി തുടർ നടപടി സ്വീകരിക്കുക. ഇന്നലെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും അതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പ്രാഥമികമായി തന്നെ കസ്റ്റംസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അമിത് ചക്കാലക്കൽ ഒരു വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കേണ്ടി വരും. അത് കൂടാതെ ദുൽഖർ സൽമാനും വൈകാതെ സമൻസ് നൽകാനാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ നീക്കം. നിതിന്, ഇന്നലെ ഈ വാർത്ത വരുമ്പോൾ തന്നെ ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് റോയൽ ആർമിയുടെ വാഹനങ്ങൾ അത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്നു എന്നുള്ളത് മാത്രമല്ല, അവിടെ ഒരു വലിയ തോതിലുള്ള നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ട്. ഓരോ സ്പെയർ പാർട്സ് ആയിട്ടൊക്കെ പൊളിച്ച് കൊണ്ടുവന്ന് അത് ഹിമാചലിൽ എത്തിച്ച് അവിടെ നിന്ന് രജിസ്ട്രേഷൻ നടത്തി അത് വലിയ വിലയ്ക്ക്, അത് 1 ഇരട്ടി 2 ഇരട്ടിയൊന്നുമല്ല, 4-5 ഇരട്ടിയിലേറെ വിലയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ ഇത് അറിഞ്ഞില്ല, ഇതിന്റെ രേഖകൾ കൃത്യമാണ് എന്ന് ഉടമകൾ പറയുമ്പോഴും അത്തരത്തിൽ ഒഴിഞ്ഞു മാറാൻ ഉടമകൾക്ക് കഴിയില്ല എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണോ ഇന്നിപ്പോൾ അന്വേഷണം പോകുക? പ്രത്യേകിച്ച് ഈ നടന്മാരുടെ കാര്യത്തിലും അത്തരത്തിലുള്ള അന്വേഷണം തന്നെയാണോ മുന്നോട്ട് പോവുക? സ്മിത, ആ നിലയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഭൂട്ടാനിലേക്ക് ആദ്യം വാഹനം എത്തിക്കുന്നു, അതിനുശേഷം പിന്നീട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. പലപ്പോഴും അത് പാർട്സുകളായിട്ടാണ് ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നൊരു നില സ്വീകരിക്കുന്നത്. ഹിമാചലിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്ത് പിന്നീട് റീ രജിസ്റ്റർ ചെയ്താണ് ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം ലക്ഷങ്ങൾ ചിലവഴിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈ രീതിയാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞൊരു 1 വർഷം മുമ്പുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കാരണം നിരത്തുകൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ തട്ടിപ്പ് സംഘമുണ്ടെന്ന സംശയം നേരത്തെ കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു. ആ തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ട അന്വേഷണം ചെന്നെത്തിയത് ഇത്തരത്തിൽ ഭൂട്ടാനിലുള്ള സംഘത്തിലേക്കാണ്. അതിൽ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു തട്ടിപ്പ് സംഘമാണ് ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. അവരിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഉപഭോക്താക്കൾ ആരാണ്,
എന്ന ഒരു കാര്യമാണ് കസ്റ്റംസ് ഇന്നലെ ഓപ്പറേഷൻ ടുങ്കൂറിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത്. അതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ തന്നെയാണ് ഇവരുടെ പക്കൽ നിന്ന് വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇന്നലെ മമ്മൂട്ടിയുടെ വസതിയിലെ ഗ്യാരേജിലും അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാന്റെ വീട്ടിലും സമാനമായ നിലയിൽ തന്നെ മണിക്കൂറുകളോളം പരിശോധന നീണ്ടിരുന്നു. ഈ പരിശോധനയ്ക്കൊടുവിലാണ് ദുൽഖർ സൽമാന്റെ 2 വാഹനവും അതോടൊപ്പം തന്നെ അമിത് ചക്കാലക്കലിന്റെ 2 വാഹനവും പിടിച്ചെടുത്തത്. ഈ പിടിച്ചെടുത്ത വാഹനങ്ങൾ നിലവിൽ ഇപ്പോൾ ഈ ഒരു സംശയം, ഈ ഒരു രേഖകളിൽ അവ്യക്തത നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ പക്കലുള്ളത്. അത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതൊരു പക്ഷേ ഈ നിലയിൽ, അതായത് രേഖകൾ കൃത്യമായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ ശക്തമായ നടപടി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ വാഹനം പിടിച്ചെടുക്കുകയും അല്ലെങ്കിൽ ഇതിന്റെ ഉടമകളെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് കസ്റ്റംസ് വ്യക്തമാക്കിയത്. കാരണം ആ നിലയിലുള്ള ഒരു വലിയ മാനമുള്ള കേസാണ്. ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഈ തുക ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയം പോലും ഇന്നലെ കസ്റ്റംസ് പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഏജൻസികളും ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഇതിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രേഖകളിൽ ഒരു വിശദമായ പരിശോധനയും അതോടൊപ്പം കസ്റ്റംസ് ചില പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പട്ടിക കേന്ദ്രീകരിച്ചാകും ഇന്നുള്ള പരിശോധനയും തുടർ അന്വേഷണവും ഉണ്ടാവുക. ശരി, ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഹാജരാക്കണം എന്നുള്ള നിർദ്ദേശം വാഹന ഉടമകൾക്ക് കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. കൂടുതൽ പരിശോധനകളിലേക്ക് അന്വേഷണ സംഘം ഉറപ്പായും കടക്കും. കൂടുതൽ വാഹനങ്ങൾ ഈ രീതിയിൽ കേരളത്തിലേക്ക്, സംസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ വിശദമായ പരിശോധന വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും ഉണ്ടാകും. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.